ഹോമോമോർഫിസത്തിൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ് ഗ്രൂപ്പ്സ് അണ്ടർ ഹോമോമോർഫിസം ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ദ 5th വണ്ണിലോട്ടാണ് ഇനി നെക്സ്റ്റ് പോകുന്നത്. അതായത് ദ ഓർഡർ ഓഫ് കേർണൽ ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു n ആണെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, the order of kernel of phi is equal to n, which means there are n elements in G which maps onto the identity of the codomain. അല്ലേ, നമ്മളിപ്പോൾ കേർണൽ ഓഫ് ഫൈയിൽ ഒരു എലമെൻറ്റ് വരാനുള്ള കണ്ടീഷൻ എന്താണ്? ഫൈ ഓഫ് ജി ഇസ് ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി ഓഫ് ദ കോഡൊമൈൻ ആണെങ്കിൽ ജി എവിടെ ഉണ്ടായിരിക്കും? വിച്ച് ബിലോങ്സ് ടു കേർണൽ ഓഫ് ഫൈ. ഇത്തരത്തിൽ n എലമെൻറ്റ്സ് ജിയിൽ, ഗ്രൂപ്പ് ജിയിലുണ്ട്, ഡൊമൈൻ ജിയിലുണ്ട് എന്നാണ് നമ്മൾ സപ്പോസ് ചെയ്തിരിക്കുന്നത്. then the result states that then the map, the homomorphism phi is an n-to-1 map. എന്താണ് ഈ n-to-1 മാപ്പ്? നമ്മൾ 1-to-1 മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു എലമെൻറ്റ് ഗ്രൂപ്പ് ജിയിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സാക്ട്ലി യുണീക്കായിട്ട് ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. വേറെ ഒരു എലമെൻറ്റ്സ് പോലും ആ ഇമേജിലോട്ട് മാപ്പ് ചെയ്യപ്പെടില്ല. n-to-1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദർ ആർ എക്സാക്ട്ലി n എലമെൻറ്റ്സ് ഇൻ ജി ദാറ്റ് മാപ്സ് ഓൺ ടു ദ സെയിം ഇമേജ്. അതായത് ഇപ്പം ഞാൻ ഗ്രൂപ്പ് ജിയിൽ നിന്നൊരു എലമെൻറ്റ് ജി എടുത്തു. ഇപ്പോൾ ഫൈ ഓഫ് ജി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ആണെന്ന് കരുതുക. ഇപ്പോൾ ഫൈ ഓഫ് ജി ഈസ് ഈക്വൽ ടു ജി ഡാഷ് ആയിട്ട് വരുന്ന എക്സാക്ട്ലി n എലമെൻറ്റ്സ് ജിയിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. n-to-1 എക്സാക്ട്ലി n എലമെൻറ്റ്സിന് എങ്ങോട്ട് മാപ്പ് ചെയ്യപ്പെടും? ഒരേ ഇമേജിലോട്ട് മാപ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് ലെറ്റ് G belongs to G and phi of G is equal to what? G dash. Then we have phi inverse of G dash. What is phi inverse of G dash? We know that we proved it. What? Phi inverse of G dash is equal to G kernel of phi. അല്ലേ, അതായത് ഫൈ ഓഫ് ജി ഈക്വൽ ടു ജി ഡാഷ് ആണെങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് ജി ഡാഷ് എന്ന് പറഞ്ഞാൽ ജി കേർണൽ ഫൈ ആണ്. ഇനി ദെൻ ദ ഓർഡർ ഓഫ് അല്ലെങ്കിൽ ദ കാർഡിനാലിറ്റി ഓഫ് ഫൈ ഇൻവേഴ്സ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു, ഓർഡർ അല്ല കാർഡിനാലിറ്റി തന്നെയാണ് നോക്കേണ്ടത്. ദ കാർഡിനാലിറ്റി ഓഫ് ഫൈ ഇൻവേഴ്സ് ഓഫ് ജി ഡാഷ് ഇസ് ഈക്വൽ ടു ദ കാർഡിനാലിറ്റി ഓഫ് ദ കൊസെറ്റ് ജി കേർണൽ ഫൈ. ഇനി കേർണൽ ഫൈയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? n എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ കൊസെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. വിച്ച് മീൻസ് ദർ ആർ എക്സാക്ട്ലി n എലമെൻറ്റ്സ് ഇൻ ജി വിച്ച് മാപ്സ് ഓൺ ടു ദ പോയിന്റ് ഫൈ ഓഫ് ജി ഇസ് ഈക്വൽ ടു ജി ഡാഷ്. നോട്ട് ചെയ്യുക, ഇവിടെ ഫൈ എന്ന് പറയുന്ന ഫങ്ഷൻ ഹോമോമോർഫിസം ജിയിൽ നിന്ന് ജി ബാറിലോട്ടുള്ള ഫങ്ഷൻ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജി ബാറിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും അതിന് എക്സാക്ട്ലി n പ്രീ ഇമേജസ് ഉണ്ടായിരിക്കും എന്നല്ല പറഞ്ഞത്. ജിയിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, ആ ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ജി ബാറിൽ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റ് എടുക്കുക. അപ്പോൾ ആ എലമെൻറ്റിന് എക്സാക്ട്ലി n പ്രീ ഇമേജസ് ഗ്രൂപ്പ് ജിയിലുണ്ടായിരിക്കും. ആൻഡ് ആ n പ്രീ ഇമേജസ് ഏതിലുണ്ടായിരിക്കുക? ഈ ഒരു ലെഫ്റ്റ് കൊസറ്റിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫങ്ഷൻ n-to-1 മാപ്പാണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാമല്ലോ. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഓരോ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രോബ്ലംസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിലൊക്കെ ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് വരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നില്ല എന്നായിരിക്കും. എന്നിരുന്നാലും ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫങ്ഷൻ തന്നു എന്ന് കരുതുക. ആ ഫങ്ഷനിൽ ഇപ്പോൾ പെർട്ടിക്കുലർ നമ്പറിലോട്ട് മാപ്പ് ചെയ്യുന്ന, ഇപ്പം ഞാനൊരു 5 എന്ന് പറയുന്നൊരു ഫങ്ഷൻ Z2-ൽ നിന്ന് Z6-ലോട്ട് കൺസിഡർ ചെയ്യുന്നു. സച്ച് ദാറ്റ് phi of x is equal to 2x. അപ്പോൾ ഏതൊക്കെ ഇമേജസ് വരിക നമുക്ക്?
അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാകത്തില്ല. ഇത് കൺസിഡർ ചെയ്യാം. 5 of x is equal to 3x, where 5 is a function from Z12 to Z12. അപ്പോൾ ക്ലിയർലി ദിസ് ഇസ് എ ഹോമോമോർഫിസം. 3x എന്ന് പറയുമ്പോൾ 2 മീനിങ്സ് ഉണ്ട്. നമുക്ക് 3 times x എടുക്കാം, അല്ലെങ്കിൽ അത് തന്നെ മീനിങ് എക്സ് അഡിഷൻ മോഡുലോ 12 എക്സ് അഡിഷൻ മോഡുലോ 12 എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കേർണൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിത് ഹോമോമോർഫിസം ആണെന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്യാം. 5 of xy is equal to 3xy, and this is equal to 3 here xy എന്ന് പറഞ്ഞാൽ Z12 ആയതുകൊണ്ട് അഡിഷൻ മോഡുലോ 12 ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അഡിഷൻ മോഡുലോ 12 xy, 3x അഡിഷൻ മോഡുലോ 12 3y എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 5 of x അഡിഷൻ മോഡുലോ 12 5 of y. So 5 is a homomorphism. അല്ലെങ്കിൽ ഡയറക്റ്റ് അഡിഷൻ മോഡുലോ 12 ഇടാണ്ട് ജസ്റ്റ് അഡിഷൻ ഇട്ട് പോയാലും മീൻ ചെയ്യേണ്ടത് Z12 ആയതുകൊണ്ട് അഡിഷൻ മോഡുലോ 12 ആണ് ഓപ്പറേഷൻ എന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അപ്പോൾ 5 ഹോമോമോർഫിസം ആണെന്ന് കിട്ടി. ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ കേർണൽ എന്താണെന്ന് നോക്കാം. Kernel of 5 is equal to the set of all x belongs to Z12 such that 5 of x, which means 5 of x എന്താണ് 3x. 3x എന്നത് x addition modulo 12 x addition modulo 12 x. This is equal to 0 വരണം അല്ലേ. അപ്പോൾ ഏത് എലമെൻറ്റിനാണ് 3 times, ഏതെല്ലാം എലമെൻറ്റിന് 3 times ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു നോക്കിയാൽ മതി. Z12 എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 0 1 2 3 4 5 6 7 8 9 10 11 അല്ലേ. അപ്പോൾ ഇതിൽ 1നെ 3 times ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടില്ല. 2നെ ആഡ് ചെയ്താലും 6 വരെ വരത്തുള്ളൂ. 3നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 times ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9. 4നെ 3 times ആഡ് ചെയ്താൽ എന്ത് വരും? 4 അഡിഷൻ മോഡുലോ 12 4 അഡിഷൻ മോഡുലോ 12 4 4 + 4 8 8 + 4 12 0 കിട്ടിയല്ലോ. അപ്പോൾ 4 ഉണ്ട്. 5നെ ആഡ് ചെയ്താലോ 5 + 5 10 അഡിഷൻ മോഡുലോ 12 ആയതുകൊണ്ട് 10 തന്നെ വരും. 10 + 5 15 15 മോഡ് 12 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് 3 വരുന്നത്, 0 അല്ല. 6 ആണെങ്കിലോ 6 അഡിഷൻ മോഡുലോ 12 6 അഡിഷൻ മോഡുലോ 12 6 6 + 6 12, അപ്പോൾ അത് 0 ആയി. 0 + 6 6, ഇപ്പോൾ 0 റിമൈൻഡർ വരുന്നില്ല. 7 ആകുമ്പോൾ 7 + 7 14 14 മോഡ് 12 എന്ന് പറയുമ്പോൾ 2 വരും. നമുക്കിങ്ങനെയാണല്ലോ ആഡ് ചെയ്തത്. 7 അഡിഷൻ മോഡുലോ 12 7 അഡിഷൻ മോഡുലോ 12 7 7 + 7 14 14 മോഡ് 12 2 2 + 7 9 9 മോഡ് 12 എന്ന് പറയുമ്പോൾ എന്താണ് 9 തന്നെയാണ്, 0 റിമൈൻഡർ വരുന്നില്ല. അടുത്തത് 8 എടുക്കുക. 8 എടുക്കുമ്പോൾ 8 അഡിഷൻ മോഡുലോ 12 8 അഡിഷൻ മോഡുലോ 12 8. സോ 8 + 8 16 16 മോഡ് 12 4 4 + 8 12 12 മോഡ് 12 0. സോ 8 ഉണ്ട്, 0 എന്തായാലും വരും അല്ലേ, 0. ഇനി ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9ഉം 10ഉം 11ഉം റിമൈൻഡർ 0 വരുന്നില്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ കേർണൽ ഓഫ് 5ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 0 4 8. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കേർണൽ ഓഫ് 5ൻ്റെ കാർഡിനാലിറ്റി എത്രയാണ്, ഓർഡർ എത്രയാണ്? 3 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഫംഗ്ഷൻ എന്താണ്? 3 to 1 ഫംഗ്ഷൻ ആയിരിക്കും നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത റിസൾട്ട് പ്രകാരം. ഇനിയിപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ Z12 നിന്ന് എല്ലാത്തിനും പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ Z12ൽ 5 of 2 എന്താണെന്ന് നോക്കി. 5 of 2 എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 3 times 2 which is equal to 6 വരും. അപ്പോൾ 5 ഇൻവേഴ്സ് ഓഫ് 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കാർഡിനാലിറ്റി എത്രയായിരിക്കും? 3 ആയിരിക്കും ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് പ്രകാരം. ആൻഡ് 5 ഇൻവേഴ്സ് ഓഫ് 6ലുള്ള എലമെൻറ്റ്സ് ഏതായിരിക്കും? ഇപ്പോൾ 5 of 2 = 6 ആയതുകൊണ്ട് 2 കേർണൽ 5 എന്ന് പറയുന്നതായിരിക്കും എന്ത്?
അതിൻ്റെ പ്രീ ഇമേജസിൻ്റെ കളക്ഷൻ. അപ്പോൾ 2നെ ഇതിലുള്ള ഓരോ എലമെൻ്റായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ 2 + 0 2 വരും, 2 + 4 6 വരും, 2 + 8 10 വരും. അപ്പോൾ ഇതാണ് 5 ഇൻവേഴ്സ് ഓഫ് 6 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾക്കിനി അടുത്ത റിസൾട്ടിലോട്ട് പോവാം. 6th റിസൾട്ട്. അപ്പോൾ 6th റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് the order of h is equal to n, then the order of phi of h divides n ആയിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ h എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് g ആണ്. അപ്പോൾ എച്ചിൻ്റെ ഓർഡർ n ആണെങ്കിൽ എച്ചിൻ്റെ ഇമേജായ ഫൈ ഓഫ് എച്ചിൻ്റെ ഓർഡർ ഈ എന്നിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സോ നമ്മൾക്ക് പ്രൂഫിലോട്ട് വരാം. ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് ജി ബാറിലോട്ടുള്ള ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എച്ച് ജിയുടെ ഒരു സബ്സെറ്റാണ്, സബ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷനെ ഈ ഒരു സബ് ഗ്രൂപ്പിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തെടുത്തു. അപ്പോഴും എച്ചിലുള്ള എലമെൻറ്റ്സിന് ഹോമോമോർഫിസത്തിൻ്റെ ഓപ്പറേഷൻ പ്രിസർവിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. സോ ഫൈ എച്ച് വിൽ ബി എ ഫംഗ്ഷൻ ഫ്രം എച്ച് ഓൺ ടു ദ ഇമേജ് ഓഫ് ഫൈ ഓഫ് എച്ച് ആയിരിക്കും, അല്ലേ? എച്ചിൽ നിന്ന് ഫൈ ഓഫ് എച്ചിലോട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും, ഹോമോമോർഫിസ് ആയിരിക്കും ഈ ഫൈ എച്ച് എന്ന് പറയുന്നത്. Now suppose the order of kernel of phi h, the order of kernel of phi h is equal to t. അപ്പോൾ ഇത് ടി ആണെങ്കിൽ ഫൈ എച്ച് എന്തായിരിക്കും? T21 ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എച്ചിലുള്ള ഒരു ടി എലമെൻറ്റ്സിന് സെയിം ഇമേജ് ആയിരിക്കും, അല്ലേ? എച്ചിലുള്ള ടി എലമെൻറ്റ്സിന് സെയിം ഇമേജ് ആയിരിക്കും. ആൻഡ് ഫൈ ഓഫ് എച്ചിലോട്ട് ഇതെന്താണ്? ഓൺ ടു ഫംഗ്ഷനാണ്. കാരണം എന്താണ്? എച്ചിൻ്റെ ഇമേജ് സെറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈ ഓഫ് എച്ചിലുള്ള എല്ലാ എലമെൻറ്റ്സിനൂടെ പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഫൈ ഓഫ് എച്ചിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ടി എലമെൻറ്റ്സ് എച്ചിലുണ്ടായിരിക്കും. ഇത്തരത്തിൽ സപ്പോസ് ഫൈ ഓഫ് എച്ചിൽ എനിക്കൊരു എൽ എലമെൻ്റ് ഉണ്ടെന്ന് കരുതുക. 1 1 1 1 എക്സെട്ര എൽ ടൈംസ് എഴുതുക. അപ്പോൾ ഈ ഒരു ഇപ്പം ഞാൻ എൽ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ സപ്പോസ് ഇങ്ങനെ എഴുതുന്നു. G1 ഫസ്റ്റ് എലമെൻറ്റ്, G2 സെക്കൻഡ് എലമെൻറ്റ്, G3 തേർഡ് എലമെൻറ്റ്, G4 4 എലമെൻറ്റ്സ്, ഇങ്ങനെ എൽ എലമെൻറ്റ്സ് അല്ല. അപ്പോൾ ഞാൻ GL വരെ എല്ലാ എലമെൻറ്റ്സും ലിസ്റ്റ് ചെയ്തു ഫൈ ഓഫ് എച്ചിലുള്ള. അപ്പോൾ G1ന് എക്സാക്ട്ലി ടി പ്രീ ഇമേജസ് എച്ചിലുണ്ടായിരിക്കും. G2ന് എക്സാക്ട്ലി ടി പ്രീ ഇമേജസ്. ഇതൊന്നും കോയിൻസൈഡ് ചെയ്യുന്നുമില്ല, അല്ലേ? കോസെറ്റ്സ് എപ്പോഴെങ്കിലും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ജി കേർണൽ ഫൈ ആണ്. ഇതെന്താണ് നമ്മൾക്ക് ഈ പ്രീ ഇമേജ് ഫൈ ഇൻവേഴ്സ് ഓഫ് G1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സപ്പോസ് ജി ആണ് G1ലോട്ട് മാപ്പ് ചെയ്യുന്ന എലിമെൻ്റ് എങ്കിൽ ഫൈ ഇൻവേഴ്സ് ഓഫ് G1 എന്ന് പറയുന്നത് ജി കേർണൽ ഫൈ ആയിരിക്കും. അതായത് കൊസെറ്റ്സ് ആണ് വരുന്നത്. നമ്മളിങ്ങനെ ഇൻവേഴ്സ് ഇമേജസ് എന്ന് പറയുന്ന ഈ കളക്ഷൻ ഓരോന്നും കൊസെറ്റ്സ് ആണ്. കൊസെറ്റ്സ് ഒന്നും തന്നെ കോമൺ പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു കൊസെറ്റ്സിനും കോമൺ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലുള്ള ടി എലമെൻറ്റ്സ് റിമൈനിങ് ജി ഐസിൻ്റെ പ്രീ ഇമേജസിൽ ഒരിക്കലും വരത്തില്ല. നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ G2ൻ്റെ ഇൻവേഴ്സ് ഇമേജിൽ ടി എലമെൻറ്റ്സ് ഉണ്ടാവും, G3ൻ്റെ ഇൻവേഴ്സ് ഇമേജിൽ ടി എലമെൻറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ GLൻ്റെ പ്രീ ഇമേജിലും ടി എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് എച്ചിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഇമേജസ് ഉള്ളതുകൊണ്ട് എച്ചിലുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ എൽ എലമെൻറ്റ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിലും ടി ആണെങ്കിൽ എത്ര പ്രാവശ്യം ടി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്? എൽ ടൈംസ്. അപ്പോൾ എൽ ടൈംസ് ടി. അതായത് ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞപ്പോൾ എൻ ആണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു എൽ എന്തായിരുന്നു? ദ ഓർഡർ ഓഫ് ഫൈ ഓഫ് എച്ച് ഇൻറ്റു ടി. അപ്പോൾ എന്ത് കിട്ടി? എൻ ഇസ് ഈക്വൽ ടു ദ ഓർഡർ ഓഫ് ഫൈ ഓഫ് എച്ച് ഇൻറ്റു ടി ആണെന്ന് കിട്ടി. അതായത് ഓർഡർ ഓഫ് ഫൈ ഓഫ് എച്ചിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എൻ എന്ന് പറയുന്നത്. സോ ദ ഓർഡർ ഓഫ് ഫൈ ഓഫ് എച്ച് ഡിവൈഡ്സ് എൻ. ഓക്കെ, പ്രൂഫിൻ്റെ അകത്ത് ഇങ്ങനെ ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒറ്റ ലൈനിൽ കാര്യങ്ങൾ തീരും. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ നോക്കുക, ഇവിടെ ഞാനൊരു ഗ്രൂപ്പ് ജി എടുത്തു.
ജി ബാർ എന്ന് പറയുന്ന അനദർ ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു. ഇനി ഞാനിവിടെ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ ജി ബാറിലുള്ള ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ദ കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു എൻ. അപ്പോൾ കേർണൽ ഓഫ് ഫൈയിൽ എത്രയാണ്? n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഐഡൻറ്റിറ്റീനെ G1 എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ റിമൈനിങ് എലമെൻറ്റ്സ് G2, G3 എക്സെട്ര Gn. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് എങ്ങോട്ട് മാപ്പ് ചെയ്യപ്പെടും? ഈ ബാറിലോട്ട് മാപ്പ് ചെയ്യപ്പെടും. ഇനി സപ്പോസ് ഫൈ ഓഫ് G ഇസ് ഈക്വൽ ടു G ഡാഷ് ആണെന്ന് കരുതാം. ഫൈ ഓഫ് G ഇസ് ഈക്വൽ ടു G ഡാഷ്. അപ്പോൾ ഇതിൻ്റെ പ്രീ ഇമേജിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? കേർണൽ ഓഫ് ഫൈൻ്റെ ഓർഡർ n ആയതുകൊണ്ട് എക്സാക്ട്ലി n എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ഓരോ എലമെൻറ്റിൻ്റെ ഫോം എന്തായിരിക്കും? G കേർണൽ ഫൈ ആയിരിക്കും അല്ലേ, ആ ഒരു സെറ്റ്. അപ്പോൾ എന്താണ്, ഈ ഓരോ എലമെൻറ്റായിട്ട് G വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ G1 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് G1 എന്ത് വരും? G തന്നെ വരും. പിന്നെ അടുത്തത് എന്താണ്? G2 വരും, G3 വരും എക്സെട്ര Gn വരെ വരും. ഈ സെറ്റ് മൊത്തത്തിൽ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്? G ഡാഷിലോട്ട്. അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ജീനെ എന്താണ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും അല്ലേ, എക്സാക്ട്ലി n എലമെൻറ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ സെറ്റിനെ ഓരോന്നോരോന്നായിട്ട് ഒരേ ഇമേജസ് വരുന്ന സെറ്റിനെല്ലാം ഒരുമിച്ച് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ജീനെ നമ്മൾക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഓരോ ക്ലാസ്സിലും n എലമെൻറ്റ്സ് വരുന്ന രീതിയിൽ പാർട്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ മൈൻഡിൽ വെക്കുക. നമ്മൾക്ക് പ്രോപ്പർട്ടീസ് വേറെ രീതിയിലാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്നൊരു ഐഡിയ മാത്രമാണിത്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. പലയിടങ്ങളിലായിട്ട് പല രീതിയിൽ പറയുമ്പോഴും ഇങ്ങനെ കുറേ ഐഡിയാസ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് 7th പ്രോപ്പർട്ടി. നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടീസാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് എന്താണ്, ജസ്റ്റ് എ ഫങ്ഷൻ വിച്ച് പ്രിസർവ്സ് എന്താണ്, എ ഓപ്പറേഷൻ പ്രിസർവിങ് ഫങ്ഷൻ, ഓൺലി എൻ ഓപ്പറേഷൻ പ്രിസർവിങ് ഫങ്ഷൻ. പക്ഷേ ആ ഒരു ഓപ്പറേഷൻ പ്രിസർവിങ് ഫങ്ഷനിൽ നിന്ന് നമ്മൾക്ക് എന്തോ ഒരു ഐഡിയാസാണ് കിട്ടിയിരിക്കുന്നത്. നോക്കിക്ക്, ആ ഗ്രൂപ്പിനെ തന്നെ അങ്ങ് പാർട്ടീഷൻ ചെയ്ത് ഡിഫറെൻറ്റ് ബോക്സസിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ പ്രോപ്പർട്ടീസ്. നമ്മൾക്ക് സാധാരണ ഒരു ഫങ്ഷന്, ആ ഒരു ഫങ്ഷൻ്റെ ഇമേജസിനെ കുറിച്ചോ ഒന്നും നമ്മൾക്ക് ഒരു ഐഡിയയും പറയാൻ പറ്റില്ല. ജനറലി ഒരു ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആർബിട്രേറ്ററി ഫങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഹോമോമോർഫിസ് ആയ കേസിൽ നമ്മൾക്ക് കുറേ ഐഡിയാസ് കിട്ടി. കുറേ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള എലമെൻസിൻ്റെ കുറേ സിമിലാരിറ്റീസ്, ഡിഫറൻസസ്, പാർട്ടീഷനിങ്, ഇമേജസ്, ഒന്നിൻ്റെ ഇമേജസ് കിട്ടിയാൽ റിമൈനിങ് ആ ഒരു ഇമേജിലോട്ട് തന്നെ മാപ്പ് ചെയ്യപ്പെടുന്ന റിമൈനിങ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള വഴികൾ, കേർണൽ ഓഫ് ഫൈയുടെ പ്രോപ്പർട്ടീസ്, ജസ്റ്റ് ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്ന എലമെൻറ്റ്സിന് കുറേയേറെ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം നമ്മൾക്ക് ഇതിൽ നിന്ന് ഈ ഒരു ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾക്ക് മൊത്തത്തിലൊരു ഗ്രൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ അങ്ങ് പാർട്ടീഷൻ ചെയ്ത് ഡിഫറെൻറ്റ് ബോക്സസിലാക്കിയിട്ട് ആ ഓരോന്നിനെ നമുക്ക് ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റഡി അബൌട്ട് ദാറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾക്ക് എന്താണ്, ആ ഓരോ കുട്ടി ബോക്സിൽ നിന്നും കിട്ടുന്ന ഐഡിയാസ് വെച്ചിട്ട് മൊത്തത്തിൽ ആ ഗ്രൂപ്പിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അബൌട്ട് ഇൻട്രസ്റ്റിംഗ് properties of this homomorphisms. So let's prove the next result. Suppose K bar is a normal subgroup of G bar. എന്താണ് ഫൈ എന്ന് പറയുന്നത് ജിയിൽ നിന്ന് G ബാറിലോട്ടുള്ളൊരു ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ കോഡൊമൈൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലെറ്റ് K bar be a normal subgroup of G bar. Then the phi inverse of K bar will be a normal subgroup of G. നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തു ജിയുടെ ഏത് നോർമൽ സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇമേജ് ഫൈ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്, നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഫൈ ഓഫ് ജി ആണെന്നാണ് പ്രൂവ് ചെയ്തിരുന്നത് അല്ലേ. ഇത് ഹോൾ കോഡൊമൈൻ G ബാറിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ് എന്നല്ല, ആ ഇമേജ് സെറ്റിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ് എന്നേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ.
പക്ഷേ നമ്മൾക്കിവിടെ കോഡൊമൈൻ്റെ നോർമൽ സബ് ഗ്രൂപ്പ് എടുത്താൽ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് തന്നെ ജിയുടെ എന്തായിട്ട് വരുന്നു, നോർമൽ സബ് ഗ്രൂപ്പായിട്ട് വരുന്നു. നമ്മൾക്കിത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സബ് ഗ്രൂപ്പ് ആയിരിക്കണം. ബിഫോർ ദാറ്റ് നമ്മൾക്ക് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ആ ഒരു റിസൾട്ട് സ്കിപ്പ് ചെയ്തത് മറന്നുപോയി. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇഫ് കെ ബാർ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ ദെൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇതാണ് നമ്മൾക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ വി വിൽ പ്രൂവ് ദാറ്റ് ഇഫ് കെ ബാർ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ ദെൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോ ഫസ്റ്റ് നമ്മൾക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഇതാണ് 7th പ്രോപ്പർട്ടി. ദിസ് ഈസ് ദ 8th വൺ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കറിയാം, ഫസ്റ്റ് നമ്മൾക്ക് ഈ ഒരു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ നോൺ എം ടി ആണെന്ന് പറയണം. ദെൻ എന്താണ്, ഫോർ എനി എ ബി ഇൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എ ബി ഇൻവേഴ്സ് ബിലോങ്സ് ടു വാട്ട്, ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രൂഫ്. കെ ബാർ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. സോ ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ബാർ, ഫൈ ഇൻവേഴ്സ് ഓഫ് ഇ ബാർ അതെന്താണ്, കേർണൽ ഓഫ് ഫൈ ആണല്ലോ. സോ കേർണൽ ഓഫ് ഫൈ എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ ആയിരിക്കും. സോ ദിസ് ഇസ് നോൺ എം ടി. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് the subgroup test property നമുക്ക് പ്രൂവ് ചെയ്യണം. For that let AB belongs to phi inverse of K bar. Okay, so there exists AB belongs to phi inverse of K bar implies that there exist two elements A dash B dash in K bar such that phi of A is equal to A dash and phi of B is equal to B dash. അല്ല, ഇൻവേഴ്സ് ഇമേജസ് ടു എലമെൻറ്റ്സ് വരണമെങ്കിൽ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇമേജസ് എവിടെ ഉണ്ടായിരിക്കണം, കെ ബാറിൽ ഉണ്ടായിരിക്കണം. ആ ഇമേജസിന് ഞാൻ എ ഡാഷ് എന്നും ബി ഡാഷ് എന്നും ഡിനോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. നൗ കൺസിഡർ എ ഡാഷ് ബി ഡാഷ് ഇൻവേഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു phi of A, phi of B all inverse. And this is equal to phi of A. We know that phi of B all inverse is equal to phi of B inverse. അതായത് phi of, നോക്കിക്കേ, ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്തതിൽ തൊട്ട് നോട്ട് ചെയ്യാൻ പറയാൻ മറന്നുപോയേ. ബിയുടെ ഇമേജ് phi of B ആണെങ്കിൽ ബി ഇൻവേഴ്സിൻ്റെ ഇമേജ് എന്തായിരിക്കും, phi of B ഇൻവേഴ്സ് ആയിരിക്കും. ആ ഒരു റിലേഷൻ കണ്ടോ, ബീനെ phi of Bയിലോട്ട് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഇൻവേഴ്സിനെ ആ എലമെൻറ്റിൻ്റെ ആ ഇമേജിൻ്റെ ഇൻവേഴ്സിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുക. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ദിസ് ഇസ് ഈക്വൽ ടു ഫൈ ഹോമോമോർഫിസ് ആയതുകൊണ്ട് നമ്മൾക്ക് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ നോക്കുക, കെ ബാർ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ ആണ്. അപ്പോൾ കെ ബാറിൽ നിന്ന് ഞാൻ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും എ ഡാഷ് ബി ഡാഷ് ഇൻവേഴ്സും എവിടെ ഉണ്ടായിരിക്കും, കെ ബാറിലുണ്ടായിരിക്കും, കാരണം അതൊരു സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. ആൻഡ് നോക്കിക്കേ, ആ എ ഡാഷ് ബി ഡാഷ് ഇൻവേഴ്സ് കെ ബാറിലുണ്ട് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് ആണ്. സോ ഫൈ ഓഫ് എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി, വിച്ച് ബിലോങ്സ് ടു കെ ബാർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു ദ പ്രീ ഇമേജ് ഓഫ് കെ ബാർ ആയിരിക്കും അല്ലേ. സോ എന്ത് കിട്ടി, ഫോർ എനി ടു എലമെൻറ്റ്സ് എ ബി ഇൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എ ബി ഇൻവേഴ്സ് ഇസ് ഓൾസോ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ചിട്ട് എന്ത് പറയാം, ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഓക്കെ, സോ ജി ബാറിൻ്റെ ഏത് സബ് ഗ്രൂപ്പ് എടുത്താലും അതിൻ്റെ പ്രീ ഇമേജും ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ജിയുടെ ഏത് സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ജി ബാറിൻ്റെ സബ് ഗ്രൂപ്പും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൂവ് ചെയ്തത്.
ഇനി ഇതിൽ നിന്ന് നോർമൽ സബ് ഗ്രൂപ്പിൻ്റെത് പ്രൂവ് ചെയ്യണം. സോ suppose k bar is a normal subgroup of G bar, we need to prove that phi inverse of k bar is a normal subgroup of G bar. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഇത് സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി നോർമൽ ആണ് എന്ന് കൂടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? നമ്മൾക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ജി ബാർ അല്ലേ, ജി ആണ് ഇവിടെ വരേണ്ടത്. ഞാൻ ജി ബാർ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, ജി. അപ്പം നമ്മൾക്കറിയാം, ഇപ്പം ഞാൻ ജസ്റ്റ് സബ് ഗ്രൂപ്പ് എച്ച് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവാനുള്ള ഇഫ് ആൻഡ് ഓൾ ഇഫ് കണ്ടീഷൻ എന്താണ്? ഫോർ എനി ജി ഇൻ ജി ആൻഡ് ഫോർ എനി എച്ച് ഇൻ എച്ച്, ജി ഇൻവേഴ്സ് ബിലോങ്സ് ടു എന്തായാൽ മതി? എച്ച് ആയാൽ മതി അല്ലേ? നമ്മളത് ജിക്ക് പകരം എക്സ് വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. എക്സ് എച്ച്, എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ഫോർ ഓൾ എക്സ് ഇൻ എച്ച്, ഫോർ ഓൾ എക്സ് ഇൻ ജി ആൻഡ് ഫോർ ഓൾ എച്ച് ഇൻ എച്ച്. ഇങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇത് തന്നെ ഈ ഒരു റിസൾട്ട് വെച്ച് തന്നെ പ്രൂവ് ചെയ്താൽ മതി. സോ അപ്പോൾ ഞാൻ ലെറ്റ് എക്സ് ബിലോങ്സ് ടു ജി and k belongs to what? Phi inverse of k bar. Okay, നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് കെ എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ദാറ്റ് കൺസിഡർ phi of x k x inverse. Okay, this is equal to phi of x, phi of k, phi of x inverse, and which is equal to phi of x, phi of k, phi of x all inverse. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫൈ ഓഫ് എക്സ് എവിടെയുള്ള എലമെൻ്റാണ്? ജി ബാറിലുള്ള എലമെൻ്റാണ്. ഫൈ ഓഫ് കെ എവിടെയുള്ള എലമെൻ്റാണ്? കെ ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ ആയതുകൊണ്ട് ഫൈ ഓഫ് കെ ബാറിലുണ്ടായിരിക്കും. അപ്പോൾ കെ ബാറിലുള്ള എലമെൻ്റാണ്. ആൻഡ് കെ ബാർ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാറാണ്. സോ നമ്മൾക്ക് എന്ത് പറയാം? ഫൈ ഓഫ് എക്സ്, ഫൈ ഓഫ് കെ, ഫൈ ഓഫ് എക്സ് ഓൾ ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ബാർ എന്ന് പറയാം, നോർമൽ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾക്ക്? ഫൈ ഓഫ് എക്സ് കെ എക്സ് ഇൻവേഴ്സ്. അതായത് ഫൈ ഓഫ് എക്സ് കെ എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു കെ ബാർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് കെ എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കും? ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാറിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഫോർ എനി എക്സ് ഇൻ ജി കെ ഇൻ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ, എക്സ് കെ എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു വാട്ട്? ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എന്ന് കിട്ടി. which implies what? Phi inverse of k bar is a normal subgroup of G. ഓക്കെ, ഇത്രയേ ഉള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. സിമ്പിളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോവാണ്. ഈ ഓരോ പ്രൂഫിൻ്റെയും ഇടയിലായിട്ട് ഞാൻ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സോ 8th one, സപ്പോസ് k bar is a 8th one നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തല്ലോ. 7ഉം 8ഉം കൂടെ ചേർത്താണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇപ്പോൾ 9th പ്രോപ്പർട്ടി, ഇഫ് phi is on 2 and kernel of phi is equal to what? Singleton E, then phi is an isomorphism. എന്താ കാണിക്കുന്നത്?
ഈ ഹോമോമോർഫിസം ഓൺ2ഉം അതിൻ്റെ കേർണൽ ഓഫ് ഫൈയിൽ ഐഡൻറ്റിറ്റിയും മാത്രമേ ഉള്ളൂ എങ്കിൽ ഫൈ ഐസോമോർഫിസം ആയിരിക്കുമെന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേർണൽ ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു എന്താ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്? സിംഗിൾട്ടൺ ഇ. അപ്പോൾ നമ്മൾക്കറിയാം ദ കേർണൽ ഓഫ് ഫൈയുടെ ഓർഡർ n ആണെങ്കിൽ ഫൈ വിൽ ബി എൻ n/1 ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കേർണൽ ഓഫ് ഫൈയുടെ ഓർഡർ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇംപ്ലൈസ് ഫൈ ഈസ് എ 1/1 ഫംഗ്ഷൻ. അപ്പോൾ ഫൈ 1/1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഫൈ ഓൺ2 ആണെന്ന് ഓൾറെഡി സപ്പോസ് ചെയ്തിട്ടുണ്ട്, അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി ഫൈ ഹോമോമോർഫിസ് ആയതുകൊണ്ട് ഫോർ എനി എ ബി ഇൻ ജി ഫൈ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഫൈ ഓഫ് ബി യു ആയിരിക്കും. അതായത് ഓപ്പറേഷൻ പ്രിസർവിങ് ഫംഗ്ഷൻ ആണ് ഫൈ. സോ ഫൈ ഈസ് എൻ ഓപ്പറേഷൻ പ്രിസർവിങ് ഫംഗ്ഷൻ വിച്ച് ഈസ് 1/1 ആൻഡ് ഓൺ2. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഫൈ ഈസ് എൻ ഐസോമോർഫിസം. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിൽ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്തതിന് ശേഷമാണ് ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. മറ്റുള്ള ടെക്സ്റ്റുകളിലൊക്കെ ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്തിട്ട് ഹോമോമോർഫിസം പ്ലസ് 1/1 പ്ലസ് ഓൺ2ന് ഐസോമോർഫിസം എന്ന് പറയുന്നു എന്നാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ കൺഫ്യൂഷൻ വേണ്ട. എങ്ങനെ നോക്കിയാലും ഒരേ പോയിന്റിൽ തന്നെ നമ്മൾ എത്തിപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് മൊത്തം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിന് മുന്നേ ഒരു കൊറോളറി കൂടെ ഉണ്ട്. കേർണൽസ് ആർ നോർമൽ. എന്താണ് കേർണൽസ് ആർ നോർമൽ? അതായത് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജിയിൽ നിന്ന് ജി ബാറിലോട്ടുള്ളൊരു ഹോമോമോർഫിസം ആണെന്ന് കരുതുക, ഗ്രൂപ്പ് ഹോമോമോർഫിസം. അങ്ങനെയാണെങ്കിൽ കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾക്കറിയാം ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ ഐഡൻറ്റിറ്റി, അതായത് ട്രിവിയൽ സബ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി മാത്രമുള്ള സബ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഓൾവേസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ. കാരണം എന്താണ്? ആ ഒരു ഗ്രൂപ്പിൻ്റെ ഏത് ഗ്രൂപ്പിൻ്റെയിലും ആ ഗ്രൂപ്പിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പ് എടുക്കുമ്പോൾ, സബ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ. കാരണം ഞാൻ ജി ബാറിൽ നിന്ന് ഏത് എലമെൻറ്റ് എക്സ് എടുത്താലും ഇതിലാകെ ഒരു എലമെൻറ്റല്ലേ ഉള്ളൂ. എക്സ് ഇ എക്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻവേഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇ ആണ്. ആൻഡ് ദിസ് ബിലോങ്സ് ടു സെറ്റ് ഇ തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാ എക്സിനും, ഗ്രൂപ്പ് ജിയിലുള്ള എല്ലാ എക്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്താണ്? ദിസ് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഫോർ എനി ഗ്രൂപ്പ് ജി. അപ്പോൾ അത് പ്രകാരം നമ്മൾക്കിവിടെ ജി ബാറിൻ്റെ നോർമൽ സബ് ഗ്രൂപ്പാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ കെ ബാർ എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ 8th പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാം? ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയിരിക്കും. ഇനി ഇവിടെ ഫൈ ഇൻവേഴ്സ് ഓഫ് കെ ബാർ എന്താണ്? സിംഗിൾട്ടൺ ഐഡൻറ്റിറ്റി അല്ലേ കെ ബാർ എന്ന് പറയുന്നത്? അതായത് ഐഡൻറ്റിറ്റിയിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്ന എലമെൻസിൻ്റെ കളക്ഷൻ. അതെന്താണ്? കേർണൽ ഓഫ് ഫൈ. സോ കേർണൽ ഓഫ് ഫൈ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. Okay, so for any group and for any group homomorphism, the kernel of that homomorphism is a normal subgroup of that group. Okay, പിന്നെ ഞാൻ ഒരു എക്സാമ്പിളിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാവേ. ഇപ്പോൾ എച്ച് എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെന്ന് കരുതുക. ആൻഡ് ലെറ്റ് കെ ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി വിത്ത് എച്ച് കണ്ടെയ്ൻഡ് ഇൻ എക്സ്. അതായത് ഇങ്ങനെ വരുന്നൊരു ഗ്രൂപ്പാണെന്ന് കരുതുക. എച്ചിനും ജിക്കും ഇടയിൽ വരുന്നൊരു സബ് ഗ്രൂപ്പ്, എച്ചിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ജിയുടെ ഒരു സബ് ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് കെയുമായിരിക്കും. കാരണം ഓൾറെഡി നമ്മൾക്ക് കിട്ടി എച്ച് സബ് ഗ്രൂപ്പ് ഓഫ് കെ ആണ്. ഇനി എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയതുകൊണ്ട് ജിയിൽ നിന്ന് ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ഫോർ എനി എക്സ് ഇൻ ജി ആൻഡ് ഫോർ എനി എക്സ് എച്ച് ഇൻ എച്ച്, എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കും? എച്ചിൽ തന്നെ ഉണ്ടായിരിക്കും, എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആയതുകൊണ്ട്. ഇനി നോക്കുക, കെ കണ്ടെയ്ൻഡ് ഇൻ ജി ആയതുകൊണ്ട് കെയിലുള്ള എലമെൻസിനും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? ജിയിലുള്ള എല്ലാ എലമെൻസിനും ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾക്ക് കെയിലുള്ള എലമെൻറ്റ്സ് എല്ലാം ജിയിലുള്ളത് കൊണ്ടും ഫോർ എനി എലമെൻറ്റ്സ് എക്സ് ഇൻ കെയ്ക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഫോർ എനി എക്സ് ഇൻ കെ ആൻഡ് എച്ച് ഇൻ എച്ച്, എക്സ് ഇൻവേഴ്സ് ഈസ് ഇൻ എച്ച് ആയിരിക്കും. അതായത് എച്ച് ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. സോറി കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്മൾക്ക് എന്താണ്, ഇങ്ങനെ വരുന്ന എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവുകയും ഇനി ഇങ്ങനെയൊരു സബ് ഗ്രൂപ്പ് കെയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് കെയുമായിരിക്കും. ഇനി തിരിച്ച് നമ്മൾക്ക് ഇപ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് കെ ആണെന്ന് കരുതുക, ആൻഡ് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജിയും എന്ന് കരുതി എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവണമെന്നില്ല. കാരണം എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് കെ ആവുന്നത് കൊണ്ട് കെയിലുള്ള എല്ലാ എക്സിനും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടും. അതായത് ഈ ഒരു കണ്ടീഷൻ നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യപ്പെടും എന്ന് കരുതി തിരിച്ച് നമുക്ക് കെയിലുള്ളതും എന്നാൽ ജിയിലുള്ളതും എന്നാൽ കെയിലില്ലാത്ത പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, അതിനും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് തിരിച്ചിത് പറയാൻ പറ്റാത്തത്. എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് കെയും കെ സബ് ഗ്രൂപ്പ് ഓഫ് ജിയും ആണെന്ന് കരുതി എച്ച് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആവണമെന്നില്ല എന്നത്. ഇതൊരു ജസ്റ്റ് പ്രോപ്പർട്ടിയാണ്, സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മൾക്ക് എക്സാമ്പിൾസിലോട്ട് പോവാം. എക്സാമ്പിൾ 8. Okay. Consider the map phi from C star to C star defined by phi of x is equal to x raised to 4. എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടെത്തോട്ട് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് അതേ ഗ്രൂപ്പിലോട്ട് തന്നെ. C star is considered together with which is a group together with the operation multiplication. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. സോ ഹോമോമോർഫിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് phi of xy is equal to xy raised to 4 ആണ്, and this is equal to x raised to 4 into y raised to 4 ആണ്, and which is equal to phi of x into phi of y ആണ്. So phi is a homomorphism. ഇനി കേർണൽ ഓഫ് phi എന്താണെന്ന് നോക്കാം. കേർണൽ ഓഫ് phi is the set of all x in C star such that phi of x is equal to C starലെ ഐഡൻറ്റിറ്റി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. സോ 1 ആണ് ഐഡൻറ്റിറ്റി. സോ phi of x is equal to 1 ആവുന്ന എല്ലാ എക്സിൻ്റെയും കളക്ഷനാണ് C star. phi of x equal to 1 ആവുമെന്ന് വെച്ചാൽ phi of x എന്താണ്? x raised to 4. സോ x raised to 4 equal to 1 ആവുന്ന എലമെൻറ്റ്സ്. സോ x raised to 4 is equal to 1. ഇനി x raised to 4 വരുന്ന 1 വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 -1. തീർന്നോ? ഇല്ല, i വരുന്നുണ്ട്, -i അല്ലേ. ഐനെ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? റൂട്ട് ഓഫ് -1 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ i raised to 4 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. i raised to 4 എന്ന് പറയുന്നത് i² into i² എന്ന് വരും. i² എന്താണ്? -1 -1 into -1 വരും, വിച്ച് ഇസ് 1 വന്നല്ലേ. ഇനി -i raised to 4 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 raised to 4ഉം 1 ആണ്, -1 raised to 4ഉം 1 ആണ്. സോ കേർണൽ ഓഫ് ഫൈയിൽ ഇത്രയും എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ phi എന്താണ്? 4 to 1 ഫംഗ്ഷൻ ആണ്. ദിസ് ഇസ് നോട്ട് എ 1 to 1 ഫംഗ്ഷൻ. നൗ ഇനി phi ഇൻവേഴ്സ് ഓഫ് 2 എന്താണെന്ന് നോക്കാം നമ്മൾക്ക്. phi ഇൻവേഴ്സ് ഓഫ് 2, ആദ്യം 2വിനൊരു പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ phi ഇൻവേഴ്സ് ഓഫ് 2ൽ ഏതെങ്കിലും എലമെൻറ്റ്സ് വരത്തുള്ളൂ. ഒന്നെങ്കിലും കിട്ടിയാലേ നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ. നമ്മൾക്കറിയാം if x is equal to 2 raised to 1/4 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ phi of x എന്തായിരിക്കും? 2 raised to 1/4 all raised to 4 വരും അല്ലേ. and this is equal to എന്താണ്? 2 ആണ്. സോ phi of 2 raised to 1/4 equal to 2 ആയതുകൊണ്ട് phi inverse of 2 എന്തായിരിക്കും?
2 raised to 1/4 കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്ന ഈ ഒരു കോസെറ്റ് ആയിരിക്കും. ഇനി ഇതിൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് ഇതാണല്ലോ. സോ 2 raised to 1/4 into 1, 2 raised to 1/4 into -1, 2 raised to 1/4 into I, 2 raised to 1/4 into -I. സോ ഈ ഒരു കളക്ഷനിൽ 2 raised to 1/4 ഉണ്ടായിരിക്കും, -2 raised to 1/4 ഉണ്ടായിരിക്കും, I 2 raised to 1/4 ഉണ്ടായിരിക്കും, -I 2 raised to 1/4 ഉണ്ടായിരിക്കും. ഇതാണ് ഫൈ ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോവാം. ഇനി ഒരു കാര്യം കൂടെ നോട്ട് ചെയ്തേ, നമുക്ക് ഇതേ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഫംഗ്ഷൻ 1 ആണോ അല്ലയോ എന്ന് ഈസി ആയിട്ട് പറയാം. കേർണൽ ഓഫ് ഫൈ കണ്ടുപിടിക്കുക. ഒരു ഹോമോമോർഫിസ് ആണെങ്കിൽ ആ ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ ഓഫ് ഫൈ കണ്ടുപിടിക്കുക. കേർണൽ ഓഫ് ഫൈയിൽ 1 എലമെൻ്റ് ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ 1-to-1 ഫംഗ്ഷൻ ആയിരിക്കും. മോർ ദാൻ 1 എലമെൻ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ 1-1 ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഐസോമോർഫിസോ ആവത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ഈ ഒരു റിസൾട്ട് ജസ്റ്റ് സ്റ്റേറ്റ് ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ഞാൻ ഈ ഇതിൽ now consider the subgroup H generated by the element cos 30 degree plus I sin 30. അപ്പോൾ ഇതിലുള്ള എലമെൻറ്റ്സ് എന്തായിരിക്കും? കോസ് 30 പ്ലസ് I sin 30 raised to n such that ഇവിടെ 360/30 is equal to 12 ആണ്. So n is equal to 1, 2, etc. 12. So this is equal to, we know that this term is equal to cos n 30 plus I sin n times 30 times n or anything such that n is equal to 1, 2, etc. 12. അപ്പോൾ ഇതാണ് ഈ ഒരു സബ് ഗ്രൂപ്പിലുണ്ടായിരിക്കുന്ന എലമെൻറ്റ്സ്. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്തായി തീർന്നു? 12 ആണ്. ഓക്കെ, ഇനി ഫൈ ഓഫ് എച്ച് എന്താ വരിക? ഫൈ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ഓഫ് ഓൾ എച്ചിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻ്റ് ഇതാണല്ലോ. അപ്പോൾ ഫൈ ഓഫ് എച്ചിനെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് ഫൈ ഓഫ് എച്ചും നമുക്ക് സൈക്ലിക് ആയിരിക്കും. എച്ച് സൈക്ലിക് ആയതുകൊണ്ട് ഫൈ ഓഫ് എച്ചും സൈക്ലിക് ആയിരിക്കും. ഫൈ ഓഫ് എച്ചിന് ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് നമ്മൾ പ്രൂഫിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. എ ആണ് എച്ചിന് ജനറേറ്റ് ചെയ്യുമെങ്കിൽ ഫൈ ഓഫ് എച്ചിന് ജനറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഫൈ ഓഫ് കോസ് 30 പ്ലസ് I sin 30 കണ്ടുപിടിക്കുക. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു cos 30 plus I sin 30 raised to 4 and which is equal to, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലോട്ട് വന്നില്ലേ, അതെങ്ങനെയായിരുന്നു? raised to n is equal to this one. സോ അത് പ്രകാരം cos 4 times 30 എന്താണ്? 120 പ്ലസ് I sin 120 വരും. അപ്പോൾ ഇത് ഈ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും നോക്കാം. അപ്പോൾ ഈ ഫൈ ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഫൈ ഓഫ് എച്ച് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഇപ്പം നമ്മൾ ഫൈ ഓഫ് ആ ഒരു ഇമേജ് കിട്ടിയില്ല, അത് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ആയിരിക്കും. കോസ് 120 പ്ലസ് I sin 120 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു cos 120 plus I sin 120 raised to n, where n varies from 1 to ഇതുവരെ വേരി ചെയ്യുന്ന നോക്കണ്ടേ. അപ്പോൾ 360/120 കണ്ടുപിടിക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 3. സോ n is equal to 1, 2, 3. അപ്പോൾ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഫൈ ഓഫ് എച്ചിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. നോക്കിക്കേ, നമ്മൾക്ക് എച്ചിൻ്റെ ഓർഡർ എന്തായിരുന്നു? 12 ആയിരുന്നു. ഫൈ ഓഫ് എച്ചിൻ്റെ ഓർഡർ എന്ത് കിട്ടി? 3 കിട്ടി. ആൻഡ് നോക്കിക്കേ, എച്ച് സൈക്ലിക്കാണ്, ഫൈ ഓഫ് എച്ച് സൈക്ലിക്കാണ്. ആൻഡ് 12നെ 3 ഡിവൈഡ് ചെയ്യുന്നുമുണ്ട്.
3 divides 12. നമ്മൾ 3 divides 12 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഈ ഒരു നൊട്ടേഷൻ വരുന്നുണ്ട്. ചില ടെക്സ്റ്റിലൊക്കെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് നമ്മൾ പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടീസൊക്കെ ഒന്നൊരു എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത റിസൾട്ടിലോട്ട് പോവാം. സോ എക്സാമ്പിൾ 9. നമ്മൾ മുൻപേ ഒരു ഹോമോമോർഫിസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 from Z12 to Z12 defined by phi of x is equal to 3x. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഫംഗ്ഷൻ ഹോമോമോർഫിസം ആണെന്നും കേർണൽ ഓഫ് ഫൈ എന്ന് പറയുന്നത് 0 to 048 ആണെന്നും ആൻഡ് എന്തെന്തായിരുന്നു ഫൈ ഓഫ് 2 is equal to 6 ആണെന്നും ഫൈ ഇൻവേഴ്സ് ഓഫ് 6 എന്ന് പറയുന്നത് എന്താണ് 2 6 10 ആണെന്നും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇതിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷൻ 3 to 1 ഫംഗ്ഷൻ ആണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ when we consider the cyclic subgroup generated by 2 in Z12, it will be 0 2 4 6 8 10. Then the image of this subgroup is equal to what? 0 mapped on to 0, 2 mapped on to 6 and 4. 0, 4 mapped on to 0, 6 mapped on to 6, 8 mapped on to 0 and 10 maps on to what? 6. Sorry, 0 0. Here 4 8 10 are maps on to 0, 0 to 6 are mapped on to 6. So this is the image set and this is the subgroup generated by 6 in Z12. This is a cyclic subgroup of Z12 and the image of this cyclic subgroup is also a subgroup of cyclic subgroup of Z12. And when we consider k bar is equal to 0 6, this is a subgroup of Z12 and phi inverse of k bar is equal to what? The subgroup generated by 2 and this is also a subgroup of Z12. Inverse image of a subgroup is again a subgroup of Z12. സോ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തിയറത്തിലൂടെ ഒന്ന് പ്രോപ്പർട്ടീസിലൂടെ ഒന്ന് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ next we are going to prove a very 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 important result theorem in abstract algebra and the name of that theorem is the first isomorphism theorem. The first isomorphism theorem. Okay, the first isomorphism theorem. When we consider a homomorphism from G to G bar, we know that kernel of phi is a normal subgroup of G. Therefore, the factor group G over kernel of phi is well defined. And we know one more thing, that if phi of G is equal to G dash, then the phi inverse of G dash will be the set G kernel phi. So consider phi of G. Whenever we consider a point from this subgroup of G bar, that is from phi of G, there exists an element G in G such that phi of G is equal to what? G dash. And from this, phi inverse of G dash is equal to G kernel phi. That is an element in what? G over kernel phi. So corresponding to each element G dash in phi of G,
we can find an element G kernel phi from G over kernel phi. Now, in the same way, whenever G kernel phi belongs to G over kernel phi, we can find an element phi of G is equal to G dash in the image set of G. Okay, so each element in G over kernel phi is connected to an element in phi of G and vice versa also. Now we are going to prove a result that states this relation, or that states the relation between the factor group G over kernel phi and phi of G. Okay, now the theorem states that let phi be a group homomorphism from G to G bar. Then the mapping from G over kernel phi to phi of G given by G kernel phi maps onto phi of G is an isomorphism. In symbols, we can write G over kernel of phi is isomorphic to phi of G. So the theorem states that this factor group is isomorphic to phi of G under this map. Which one? This map. Okay. So let's prove the result. For any group homomorphism, kernel phi is a normal subgroup of G. Therefore, the factor group G over kernel of phi is defined. And this is a group under the operation A kernel phi B kernel phi is equal to A B kernel phi. Okay. Now consider the map or the mapping psi from G over kernel of phi into phi of G, which is defined by what? Psi of G kernel phi is equal to phi of G. This is the relation between these two elements that I discussed at the first. Now we need to prove that this function psi is well defined. This is 1, 1, this is on 2, and this is an operation preserving function. Then it will be an isomorphism. So
First we are going to prove that psi is well defined. That is, if G kernel phi is equal to G dash kernel phi, that is, we can represent the same coset by more than one elements, by using more than one elements. That is, if G dash belongs to G kernel phi, then we can write this G kernel phi as G dash kernel phi is also. Because whenever G dash belongs to G kernel phi is equal to G dash kernel phi. And this is an if and only if statement. G dash belongs to G kernel phi if and only if these two cosets are equal. And from this we can say that, G dash belongs to G kernel of phi. Okay. So this implies that G dash is equal to G k for some k in kernel of phi. Okay, is it clear? Now consider phi of G dash. Phi of G dash is equal to phi of Gk, and here phi is an homomorphism. Therefore phi of Gk is equal to phi of G, phi of k. And here k belongs to the kernel of phi. Therefore phi of k is the identity in G bar, and hence phi of G into identity will give phi of G. So phi of G dash is equal to phi of G, and this implies that phi of G dash is psi of G dash of kernel of phi. And this is equal to, what is phi of G? Phi of G is equal to psi of G kernel phi. So G kernel phi is equal to G dash kernel phi, or G dash kernel phi is equal to G kernel phi implies that psi of G dash kernel phi is equal to psi of G kernel phi. So this function is well defined. Next we need to prove that psi is 1 1. So here psi is 1 1 because if psi of G kernel phi is equal to psi of G dash kernel phi, then this implies that phi of G is equal to phi of G dash, because psi of G kernel phi is equal to phi of G, and psi of G dash kernel phi is equal to phi of G dash. And this implies that G dash belongs to what? Here we know that the phi inverse of phi of G is equal to what? Which is equal to G kernel phi. Therefore these two are equal, implies that G dash belongs to what? Phi inverse of phi of G, and this is equal to G kernel phi. So G dash belongs to the coset G kernel phi. And from this we know that an element belongs to this coset if and only if G kernel phi is equal to G dash kernel phi. So psi of G kernel phi is equal to psi of G dash kernel phi implies that these two cosets are equal. So we can say that this function psi is 1 1. Next we need to prove that this function psi is onto. To prove this, let G dash belongs to what? The codomain phi of G. This implies that there exists an element G in G such that phi of G is equal to G dash, and hence phi inverse of G dash is equal to G kernel phi. This is the property that we defined at theorem 10.2 or 10.1. So
phi inverse of G dash is equal to G kernel phi, and consider the psi of this coset, which is equal to what? By the definition of psi, this is equal to phi of G, and this is equal to G dash. So for each element G dash in phi of G, there exists a coset in G over kernel phi such that psi of G kernel phi is equal to G dash. So this function psi is onto. So here psi is well defined, 1, 1 and onto. Next we are going to prove that this function is an operation preserving function, or psi is an homomorphism. This is the thing that we need to prove. So consider psi of x kernel phi, y kernel phi. These two are cosets in the G over kernel phi, and we know that this product is equal to xy kernel phi, and by the definition of the function psi, this is equal to phi of xy, and here phi is an homomorphism, therefore this is equal to phi of x, phi of y. And by the definition of psi, phi of x is equal to psi of x kernel phi, and phi of y is equal to psi of y kernel phi. So psi of x kernel phi, y kernel phi is equal to psi of x kernel phi, psi of y kernel phi for any two elements in G over kernel phi. So this implies that psi is a operation preserving function, and hence this is a homomorphism. So here psi is an operation preserving function which is well defined. This is 1, 1 and onto. So psi is a isomorphism. The function that we defined here is a isomorphism, and hence we can conclude that the factor group G over kernel phi is isomorphic to phi of G. Okay, note that this is very, very important in the course abstract algebra. This is one of the main result in this paper. Okay.